വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് അവനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതുമുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്ന പ്രബോധനങ്ങൾ നമ്മെ സ്വാധീനിക്കേണ്ടുന്നതാണ്. അത് നമ്മെ സ്വാധീനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? നമ്മളെല്ലാവരും ഈശ്വരനിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളെല്ലാവരും സർവശക്തനായ ദൈവത്തിൽ, അതോടൊപ്പം തന്നെ യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തു ദേവൻ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നതായ പ്രബോധനങ്ങൾ, സുവിശേഷങ്ങൾ, ഉപമകൾ, അത് ജീവിതത്തിൽ എത്രമാത്രം സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധരം കൊണ്ടുള്ളതായ വ്യായാമം മാത്രമായി പ്രാർത്ഥനകൾ, ആരാധനകൾ ഒക്കെ ചെറുതായി പോകുമ്പോൾ അവിടെ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നതിൽ ലോകം, മറ്റുള്ളവർ നമ്മെ ആക്ഷേപിക്കാൻ ഇടവരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹീത ജനന പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എത്രമാത്രം ദൈവം നമ്മെ ഉയർത്തി എന്നുള്ളതിൻ്റെ ഒരു നന്ദി പ്രകടനം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കെല്ലാം ജീവിതത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ടാകാം, സാമ്പത്തികമായ അസമത്വം ഉണ്ടായിരിക്കും നമുക്കിടയിൽ. പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ നമുക്ക് നന്നായി ശ്വസിച്ച് ഇവിടെ ഇരുന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക്